ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ ഉച്ചയ്ക്ക് കുറച്ച് ഗ്രോസറി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അതും ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. സാധാരണ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാവും, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നും പുട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പുട്ട് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇവിടെ പുട്ട് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല കേട്ടോ, ഇടയിൽ വേറെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു പോയിരുന്നു, പക്ഷേ ഈ വ്ളോഗ് എടുത്ത ദിവസം വീണ്ടും പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ഞാലിപ്പൂവൻ ഇരിപ്പുണ്ട്, അപ്പം ഞാൻ വിചാരിച്ചു പുട്ടും പഴവും ആക്കാം. അപ്പം മോൻ ഇവിടെ അത്ര ഇഷ്ടമല്ല പഴം, അപ്പം അവനെന്തോ കറിയുടെ ഏതോ ഒരു ലെഫ്റ്റ് ഓവർ ഇരിപ്പുണ്ട്, അപ്പം അങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുട്ട് വേവുന്ന സമയം കൊണ്ട് തലേദിവസത്തെ പാത്രങ്ങൾ കുറേ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വേഗം തന്നെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ചോറ് രാവിലെ തന്നെ വെച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഓവർ കറി ഇരിപ്പുണ്ട്. ബാക്കി നമുക്ക് സിമ്പിളായിട്ട് മുട്ട പൊരിച്ചതും അതുപോലെ പപ്പടം പൊരിച്ചതും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ഭയങ്കരമായി കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും മടുക്കുമല്ലേ. അപ്പം ചില ദിവസങ്ങളെങ്കിലും നമ്മളിങ്ങനെ സിമ്പിൾ കുക്കിംഗ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കും ഒരു റിലാക്സ്ഡ് ആയിട്ട് കിട്ടും. അങ്ങനെ തോന്നിയിട്ടില്ലേ? നിങ്ങളങ്ങനെ ഫുൾ റിലാക്സ്ഡ് കുക്കിംഗ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് കൂടുതലും ക്ലീനിങ്ങിന് വേണമെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നത്തെ ദിവസം വിചാരിക്കുന്നത് അതും വേണ്ട, അന്നത്തെ ദിവസം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലെ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി മൈക്രോ ഫൈബർ തുണിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ഫൈബർ നല്ലപോലെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സാധാരണ തുണികളെക്കാളും മൈക്രോ ഫൈബർ വെച്ച് തുടയ്ക്കുമ്പോഴത്തേനും നല്ല നീറ്റായിട്ട് കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ പണിയെടുക്കുന്ന സമയത്ത് മോൻ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കേട്ടോ പഠിക്കാറ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആകുമ്പോഴത്തേനും നമ്മൾ പഠിച്ച ബുക്സൊക്കെ എടുത്തൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഇടയ്ക്ക് അവനോട് പറയുമ്പോൾ അവൻ ചെയ്യലുണ്ട്, പക്ഷെ ഞാൻ പറയാൻ മറന്നു പോയാൽ പിന്നെ അത് അവിടെ ഇട്ടിട്ട് പോകും കേട്ടോ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ വിളിച്ചാൽ വരില്ല. അപ്പോൾ അവരുടെ ബുക്സ് അവരെ കൊണ്ട് തന്നെ എടുത്തു വയ്പ്പിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. പക്ഷേ ചില സമയത്ത് ഞാനത് വിട്ടുപോകുമ്പോൾ അവനത് എടുത്ത് വയ്ക്കില്ല. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പുട്ടും പഴവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഓവർ കുറച്ച് പാത്രങ്ങളും കൂടിയുണ്ട്, അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സാധാരണ ഒരു മെയ്ഡ് വരലുണ്ട്, രാവിലെ 1 മണിക്കൂർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി വരലുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ചേച്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇല്ലാത്ത ദിവസം നമ്മൾ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ വേഗം തന്നെ പാത്രങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ കഴുകി ഫിനിഷ് ആക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ ചായക്ക് വെള്ളം വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പാലും വെള്ളവും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ചായ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഡയറ്റിലായതുകൊണ്ട് ചായ കുടിക്കാറില്ല. ഹസ്ബൻഡ് എന്തായാലും പാൽ ചായ വേണം, അപ്പം നല്ല കടുപ്പത്തിൽ തന്നെ വേണം താനും കേട്ടോ. അപ്പോൾ നല്ല ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ടിപ്പാണ്, പാൽ നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം നമ്മൾ ചായപ്പൊടി ഇടാൻ. അതുപോലെ തിളച്ചതിന് ശേഷം ഒരു 2 പ്രാവശ്യം സിമ്മിലിടുക, പിന്നെയും ഹൈ ഫ്ലെയിമിലിടുക. ഓവറായിട്ട് ഈ ചായപ്പൊടി കിടന്ന് തിളച്ചാൽ അതിൻ്റെ നല്ല ടേസ്റ്റ് മാറും. അതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ ചായയിൽ നല്ല ഒരു അരോമ വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള 1-2 ടെക്നിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നാലും അപ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ചായ കിട്ടി എന്ന് പറയാറായിട്ടില്ല. കാരണം ഇവിടുത്തെ ചായയുടെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും അച്ചീവ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് ചായ വയ്ക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ, കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും സാരമില്ല, ചായ ഇല്ലാതെ നടക്കില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതും വേഗം തന്നെ കഴുകി വെച്ചു. പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. അത് അപ്പുറത്തെ സ്ലാബും പെട്ടെന്ന് ക്ലീൻ ചെയ്തിടുകയാണ്.
രാവിലെ ക്ലീനിങ്ങിൽ ഞാൻ ലോണ്ട്രി മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി അത്യാവശ്യം കുഴപ്പമില്ലാണ്ടാണ് വീട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അലക്കുമ്പോഴൊക്കെ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്നൊരു സംഭവമില്ലേ, അത് നമ്മുടെ ഡ്രൈയിങ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസ് ഇല്ലേ, സോക്സ്, മാസ്ക്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഹാങ് ചെയ്ത് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് കഴിയുമ്പം അതിങ്ങനെ നുറുങ്ങിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഐറ്റമാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അതിങ്ങനെ വെയിലടിക്കുവാണെങ്കിൽ പൊട്ടി പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ തുണി കഴുകുന്നത്, ലോണ്ട്രി ഇവിടെ മുടക്കാതെ ചെയ്യുന്നൊരു പണിയാണ്. ഒരു സൺഡേ മാത്രം ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കും. അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ലോഡ് എന്തായാലും ചെയ്യണം. കാരണം നമുക്കിവിടെ നല്ല പോലെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും ഈ എക്സസൈസും കളിയും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല പോലെ ഡ്രസ്സ് മുഷിഞ്ഞിട്ടുണ്ടാവും. അപ്പം അലക്കിയില്ലെങ്കിൽ അത് പിന്നെ നല്ല എക്സ്ട്രാ പണിയാവും കേട്ടോ. അപ്പോൾ മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ. അത് നല്ല പോലെ അഴുക്കായി, നല്ല പോലെ അതിൻ്റെ കളറൊക്കെ പോയി, അതുപോലെ അതിൻ്റെ ക്ലിപ്പുകളെല്ലാം തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ ഇത് ഞാൻ ലുലുന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും പ്ലാസ്റ്റിക് വേണ്ട, സ്റ്റീൽ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഹാങ് ചെയ്തപ്പോൾ നല്ല രസമുണ്ട്. ഇത് നല്ല പോലെ ഇരുന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. ഹാങ് ചെയ്ത ഉടനെ സംഭവം കറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് എല്ലാ സൈഡിലോട്ടും തിരിഞ്ഞിട്ട് തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന പോലെയാണ് കേട്ടോ കിട്ടിയിരുന്നത്. ഇതിന് മുന്നത്തെ ഞാനത് നടുക്കത്തെ ഒരു സെക്ഷനിൽ വെക്കുമായിരുന്നു. അതിൻ്റെ ഹാങ്ങിങ് എല്ലാം പോയി. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേഗം തുണികൾ വിരിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാൽക്കണിയിൽ നല്ല രസമാണ് ഇവിടെ നിന്ന് തുണികൾ വിരിച്ചിടുക എന്നുള്ളത്. അപ്പോൾ കുറേ എത്തുമ്പം എനിക്ക് ബോറടിക്കും. ഇപ്പം മോള് സ്കൂളിൽ പോയിരിക്കാതെ, അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവളെയും കൂടി ഹെൽപ്പിന് വിളിക്കും. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്താണ് കേട്ടോ ഈ പണി ചെയ്യാറ്. അപ്പോൾ ലോണ്ട്രി റൂട്ടീൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഉണങ്ങിയ തുണികൾ മടക്കി വയ്ക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ട്. എന്നാൽ മാത്രമേ ലോണ്ട്രി റൂട്ടീൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ വലിയ ഭംഗിയിലൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ഒന്ന് മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ വർക്കൗട്ട് വൈകിട്ടാണ് ചെയ്യാറ്. അന്നത്തെ ദിവസം കുറച്ച് റിലാക്സ്ഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് രാവിലെ തന്നെ ഫിനിഷ് ആക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആവുമല്ലോ. ഉച്ചയായപ്പോഴത്തേനും കുറച്ച് ഗ്രോസറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് നിങ്ങളെയും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായി മട്ടൺ റിബ്സ് ഇല്ലേ, അതിങ്ങനെ മാരിനേറ്റഡ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓവനിൽ ഗ്രില്ല് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. വലിയ പണിയുമില്ല നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് അത് ചെയ്യാം. ഏതായാലും അത് വാങ്ങിയതല്ലേ. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യുന്നതും പിന്നെ ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അതെല്ലാം നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഗ്രോസറി ഷോപ്പിംഗ് അല്ല കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ റാൻഡമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കില്ലേ, കാഷ്യൂയുടെ ഒരു പാക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. 2 ബോട്ടിൽ കരിമ്പിൻ്റെ ജ്യൂസാണ് കേട്ടോ. അതിങ്ങനെ പാക്കറ്റിൽ കിട്ടും. അപ്പോൾ അതിവിടെ ഇടയ്ക്ക് വാങ്ങി കുടിക്കലുണ്ട്. അപ്പോൾ മട്ടൺ റിബ്സ് വാങ്ങിയ കൂട്ടത്തിൽ 1 കിലോ മട്ടനും വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഉള്ളി ഇങ്ങനെ തോല് പൊളിച്ചത് കിട്ടും അവിടെ. അപ്പം നമ്മൾ മട്ടനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ചുവന്നുള്ളി തന്നെ ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളി തന്നെയായിട്ട് പൊളിച്ചത് കിട്ടുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് വാങ്ങും. അപ്പോൾ നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഉള്ളി പൊളിച്ചത്, റിബ്സ്, പിന്നെ അത് കാഷ്യൂ, പിന്നെ കരിമ്പിൻ്റെ ജ്യൂസ്, കോൺ, പിന്നെ അവോക്കാഡോ വാങ്ങിച്ചിട്ടുണ്ട്. അവോക്കാഡോ ഇതുപോലെ പാലിൽ നമ്മൾ ക്രീമായിട്ട് അടിച്ചാൽ നല്ല രസമല്ലേ. പിന്നെ അതുപോലെ പാഷൻ ഫ്രൂട്ട്, മധുരമുള്ള പാഷൻ ഫ്രൂട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഗാലക്സിയുടെ 2 ചോക്ലേറ്റ്, പിന്നെ അത് സാമ്പാർ കഷ്ണം. സാമ്പാർ ഇങ്ങനെ കഷ്ണമായിട്ട് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് സാധനങ്ങൾ ഞാൻ അപ്പം തന്നെ എടുത്ത് വെക്കാനൊന്നും നിന്നില്ല. എനിക്ക് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് സാധനങ്ങൾ വരുമ്പോൾ ഈ ബാസ്ക്കറ്റിനകത്തോട്ട് ആക്കിയിട്ട് നമ്മുടെ പാൻട്രി ഏരിയ ഇല്ലേ അങ്ങോട്ട് ആക്കി വെക്കും കേട്ടോ.
പിന്നെ സൗകര്യം പോലെ നമുക്ക് എടുത്തു വെച്ചാൽ മതിയല്ലോ. കാരണം നമുക്കിപ്പം ഉച്ചക്കലത്തെ ജോലികളിലോട്ട് കടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പക്ഷേ അത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ നിരന്നിരുന്നാൽ അതും നമുക്ക് സൗകര്യക്കുറവാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ്. അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ലെഫ്റ്റ് ഓവർ പാവയ്ക്ക കറി ഇരിപ്പുണ്ട്. അപ്പോൾ പാവയ്ക്ക വറുത്തരച്ച കറിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ശരിക്കും 3 ദിവസമൊക്കെ ഇരിക്കും. 3 ദിവസമല്ല, അതിൽ കൂടുതലിരിക്കും. അപ്പം ഇവിടെ കോൽപ്പുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് പാവയ്ക്ക ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ്. പക്ഷേ പാവയ്ക്കയുടെ കയ്പ്പ് നല്ലപോലെ പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് കയ്പ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഹസ്ബൻഡിന് നല്ലപോലെ കയ്പ്പ് പോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും തലേദിവസം ഉണ്ടാക്കിയോണ്ട് അത് എടുത്ത് യൂസ് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് പാവയ്ക്ക കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കറിയൊക്കെ ചൂടായി വരുന്നുണ്ട്. ഈ പെട്ടെന്നൊരു ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഞാൻ ചില സമയത്ത് ഉള്ളി പോലും ഇടാറില്ല കേട്ടോ. പെട്ടെന്ന് പച്ചമുളക് കീറിയിട്ടിട്ട് ഉപ്പുമിട്ട് നന്നായി ബീറ്റ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ചില സമയത്ത് സമയമില്ലെങ്കിൽ നമ്മൾ പിന്നെ ഉള്ളി പൊളിച്ച്, പക്ഷേ ഉള്ളിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇന്ന് കാസ്റ്റ് അയൺ പാനിൽ, നമ്മൾ മുന്നേ കാണിച്ചിട്ടില്ലേ, ആ കാസ്റ്റ് അയൺ പാനിലാണ് കേട്ടോ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. കാസ്റ്റ് അയണിൽ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ. പക്ഷെ എണ്ണ ഇച്ചിരി ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചില സമയത്ത് പിടിച്ചു പോയാൽ ഇട്ടാൻ പാടായിരിക്കും. അതല്ലെങ്കിൽ നല്ലതായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരുന്നത് കാസ്റ്റ് അയണിലാണ്. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ല ഫ്ലെയിം ഹൈ ആക്കി വെച്ചാലും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. സാധാരണ ദിവസത്തെ സാധാരണ വീട്ടിലെ സാധാരണ കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ്. ചപ്പാത്തിയും പിന്നെ എഗ് വൈറ്റ് വെച്ചിട്ടുള്ള ഓംലെറ്റും പിന്നെ പാവയ്ക്കക്കറിയും. അപ്പോൾ ഈ ദിവസത്തെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതിൽ ഒരു സിമ്പിൾ ബനാന ബ്രെഡിൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ മട്ടൺ ട്രിപ്സ് അവനിൽ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഈവനിങ് വ്ലോഗായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണേ. നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഹോം മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഹോം മേക്കേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് വ്ളോഗ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വെനസ്ഡേ കാണാം. അതുവരേക്കും ബൈ.